തെറ്റുപറ്റിയതിലുള്ള മനസ്സറിഞ്ഞ ഖേദപ്രകടനം മാത്രമല്ല, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുകൂടിയാണ് പശ്ചാത്താപം. ചിലത് വേണ്ടിയിരുന്നു. ആ ചിന്ത നമ്മളെ വേദനിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് രണ്ടുവട്ടം ആലോചിക്കണം. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ നിങ്ങളുടെ പ്രായം അനുവദിക്കരുത്. ബോഡി ലാംഗ്വേജ് നോക്കി ആളുകളെ മനസ്സിലാക്കാം. എങ്ങനെയെന്നാൽ, ഒന്ന്, സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണ് വലത്തോട്ട് മുകളിലേക്ക് ആണെങ്കിൽ അയാൾ എന്തോ പുതിയ ഒരു കാര്യം പറയാൻ പോകുകയാണ്. രണ്ട്, സംസാരിക്കുമ്പോൾ കണ്ണ് താഴോട്ടാണെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നാണ്. മൂന്ന്, സംസാരത്തിനിടയിൽ കയ്യ് നഖം കടിച്ച് ആണ് പറയുന്നതെങ്കിൽ കളവ് ആണ് പറയുന്നത്. നാല്, ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ വളരെ ശക്തിയിലുള്ളതാണെങ്കിൽ അദ്ദേഹം വളരെ ശക്തനാണ്. അഞ്ച്, നമ്മൾ ചെയ്യുന്നത് കോപ്പി ചെയ്ത് അതുപോലെ നിൽക്കുന്നുണ്ട്, അയാൾ നമ്മളെ ബഹുമാനിക്കുന്നു എന്നതാണ്. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ, എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ചിലതൊക്കെ മാജിക്കുകളാണ്. നമ്മൾ ഓർക്കുന്ന നേരങ്ങളിൽ അവർക്ക് നമ്മളെയും ഓർക്കാൻ തോന്നുന്നത്. പ്രിയപ്പെട്ട ഇടങ്ങളിലേക്കുള്ള യാത്രകളിൽ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ഇടവരുന്നത്. കാണാൻ കൊതിക്കുന്ന മുഖങ്ങൾ അവിചാരിതമായി പ്രത്യക്ഷപ്പെടുന്നത്. മാജിക്കുകൾ ഒന്നുമില്ലെങ്കിൽ ജീവിതം എന്തൊരു ബോറായേനെ. മജ്നു ഒരിക്കലും സുന്ദരനായിരുന്നില്ല. ലൈല അതീവ സുന്ദരിയുമായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ ലൈലയോട് ചോദിച്ചു, ഇത്രയ്ക്ക് സുന്ദരിയായ നിനക്കെന്തുകൊണ്ട് ഒരു സുന്ദരനെ പ്രേമിച്ചുകൂടാ? ലൈല പറഞ്ഞു, സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ കണ്ണിലൂടെ നോക്കണം. വാശിയൊക്കെ ആവാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഒരുപോലെയാണെന്ന് മറക്കാതിരിക്കുക. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിയുന്നത് മനസ്സാണ്. ലക്ഷ്യമില്ലാതെ എറിയുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. എപ്പോഴും പരസ്പരം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തോന്നുമ്പോൾ മിണ്ടുകയും തോന്നുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അവരുടെ മൂഡിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാൾ നല്ലത് അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ്. ജീവിതമാണ് ഏറ്റവും പ്രയാസവും അറിയാത്ത പരീക്ഷ എല്ലാവർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പറാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾ അറിയാത്ത സൈക്കോളജി ഫാക്ട്: 1. സ്ത്രീകൾക്ക് തങ്ങളെക്കാൾ മുതിർന്ന പുരുഷന്മാരോടാണ് ആകർഷണം തോന്നുക. പുരുഷന്മാർക്ക് പ്രായം കുറഞ്ഞ സ്ത്രീകളോടും. 2. പുരുഷന്മാർക്ക് അച്ഛനേക്കാളും അടുപ്പം അമ്മയോടായിരിക്കും. 3. പുരുഷന്മാർക്ക് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. 4. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് പതിയെ ആണ് പ്രായമാകുന്നത്. 5. പുരുഷന്മാരേക്കാൾ സ്ത്രീകൾക്കാണ് ആയുസ്സ് കൂടുതലുള്ളത്.
അറിഞ്ഞുകൊണ്ട് ആരും തെറ്റിലേക്ക് എടുത്തു ചാടില്ല. പക്ഷേ അറിയാതെ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താതിരിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരേക്കാൾ കുറ്റക്കാരായി മാറുന്നു. നിങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കേണ്ട 5 കാര്യങ്ങൾ. 1. നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും മറ്റാരുമായും പങ്കുവെക്കരുത്. 2. ഒരിക്കലും നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും വീമ്പ് പറഞ്ഞ് നടക്കരുത്. 3. നിങ്ങളുടെ വീഴ്ചകളും പരാജയങ്ങളും ആവശ്യമില്ലാത്തവരോട് പങ്കുവെക്കാതിരിക്കുക. 4. നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 5. നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ ഒരിക്കലും ആരോടും പറഞ്ഞു നടക്കുകയും ചെയ്യരുത്. അനുഭവങ്ങളാണ് നമ്മളെ നല്ല തീരുമാനങ്ങളെടുക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നാണ്. അതാണ് ജീവിതം. അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് നല്ല പാഠങ്ങളാണ്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല എന്ന കാര്യം ഓർമ്മ വേണം. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്ന മുഖംമൂടിയാണ്. മൗനം അത് കലഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. എല്ലാ വിവേകശൂന്യമായ ചോദ്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല ഉത്തരം നിശബ്ദതയാണ്. എല്ലാ നിർണായക സാഹചര്യങ്ങളിലും ഒരു പുഞ്ചിരിയാണ് ഏറ്റവും മികച്ച പ്രതികരണമെന്ന് പറയുന്നത്. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നതാണ്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. പക്ഷേ നഷ്ടപ്പെടുത്താനോ നിമിഷങ്ങൾ മാത്രം മതി. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. പ്രണയമാകട്ടെ, സൗഹൃദമാകട്ടെ, മറ്റെന്തുമാവട്ടെ, ഒരാൾക്ക് തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുന്ന നിമിഷം മുതൽ അതിൽ നിന്നും മാറി നടക്കാൻ മനസ്സുണ്ടാവുന്നിടത്തോളം വിശാലമാകണം നമുക്ക് അവരോടുള്ള സ്നേഹം. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടുമുള്ളവരുമായി സഹകരിക്കരുത്. കാരണം അത് വേദനയെ സമ്മാനിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്. കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുണ്ടാവില്ല. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കുറക്കുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകം ആവരുത്. ആത്മാർത്ഥത കൂടി പോവരുത്. സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുകയും അയാൾ നിങ്ങൾക്ക് വേണ്ടി കരയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് ഒരു സ്ത്രീക്ക് തീരാ ദുഃഖമാണ്. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. നിങ്ങൾക്കിത് ഒരിക്കലും വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയുന്നു. കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഒരുപാട് സംസാരിക്കരുത്. ചെയ്തു പോയതൊന്നും തിരുത്താൻ കഴിയില്ലല്ലോ.
പക്ഷേ ഇനിയൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഒരിക്കൽ കൂടിയെല്ലാം ആദ്യം മുതൽ തുടങ്ങണം. ഇപ്പോൾ എനിക്കതിന് കഴിയും. അവഗണിക്കുന്നവരുടെ പരിഗണനയ്ക്കായി കാത്തുനിൽക്കാതെ അത്രമേൽ വേഗത്തിൽ അതെല്ലാം മറന്ന് ജീവിതത്തിൽ മുന്നോട്ടു പോകുക എന്നതാണ് യഥാർത്ഥ ആത്മാഭിമാനം. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി സല്യൂട്ട് ചെയ്യും. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകുകയാകും അതിൻ്റെ പ്രതിഫലം. മഴയെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ മഴ വരുമ്പോൾ നീ കുട ചൂടുന്നു. സൂര്യനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ വെയിൽ വരുമ്പോൾ നീ തണൽ തേടി പോകുന്നു. കാറ്റിനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ കാറ്റ് വരുമ്പോൾ നീ ജനൽ വാതിലുകൾ കൊട്ടിയടക്കുന്നു. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. എൻ്റെ ജീവിതം എൻ്റെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം. ഒഴിവുകഴിവുകളില്ലാതെ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അന്നാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.